wish life had signboards. ഓരോ വഴികളിലൂടെയും എങ്ങോട്ടെത്താം എന്ന് കൃത്യമായി പറഞ്ഞിരുന്ന ചിഹ്നം. But it doesn't. It doesn't. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അത്ഭുതകരമായ മാർഗമാണ് യാത്ര. ലോകമെമ്പാടുമുള്ള ധാരാളം ആളുകൾ എല്ലാ വർഷവും പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. കാരണം എന്തു തന്നെ ആയാലും യാത്രകൾ നമ്മുടെ ഭാവനയ്ക്കപ്പുറമുള്ള ലോകത്തെ പര്യവേഷണം ചെയ്യാനുള്ള ഒരു വലിയ വാതിൽ തുറന്നു തരുന്നു. പ്രിയപ്പെട്ടവർക്കൊപ്പം ആസ്വദിച്ചും പ്രകൃതി സൗന്ദര്യം ആവോളം നുകർന്നുമുള്ള യാത്ര എല്ലായ്പ്പോഴും മികച്ച ജീവിത മൂല്യമുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് സമ്മാനിക്കുക. 2017 ഡിസംബറിൽ കൊയിലാണ്ടി കോടതി സമുച്ചയം കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ഒരു യാത്രാ കൂട്ടായ്മയാണ് ടീം സഫാരി. ഓഫീസ് ജീവിതത്തിലെ തിരക്കുകളും സമ്മർദ്ദങ്ങളും തീർക്കുന്ന പിരിമുറുക്കങ്ങളെ പ്രതിരോധിക്കാൻ പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന പരമാനന്ദത്തിന്റെ ഊർജം മനസ്സിലേക്ക് ആവാഹിച്ച 12 യാത്രകൾ ടീം സഫാരി ഇതിനകം പൂർത്തിയാക്കി. കോടതി ജീവനക്കാരിൽ തുടങ്ങി അവരുടെ കുടുംബാംഗങ്ങളും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ ഉള്ളവരും ചേർന്ന് ഇന്ന് ടീം സഫാരി 639 യാത്രക്കാരുമായി വിവിധ വിനോദ കേന്ദ്രങ്ങളിലൂടെ 11,029 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് മൂന്നാർ. പശ്ചിമഘട്ട മലനിരകളിൽ ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് 5200 അടി ഉയരത്തിലാണ് ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്ന് വിളിപ്പേരുള്ള മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടലി എന്നീ 3 നദികളുടെ സംഗമ സ്ഥാനമായതിനാലാണ് ഇവിടം മൂന്നാർ എന്നറിയപ്പെടുന്നത്. മൂന്നാറിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ ചിന്നക്കനാൽ, ശാന്തമ്പാറ പഞ്ചായത്തുകളിലായി പന്നിയാർ പുഴയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ടാണ് ആനയിറങ്കൽ അണക്കെട്ട്. വെള്ളം കുടിക്കുന്നതിന് പതിവായി ആനകൾ ഇറങ്ങുന്ന പ്രദേശം എന്ന അർത്ഥത്തിലാവണം ആനയിറങ്കൽ അണക്കെട്ട് എന്ന പേര് വന്നത്. ഒരു വശം വനമേഖലയാലും മറ്റു വശങ്ങൾ ടാറ്റയുടെ ടീ പ്ലാന്റേഷനാലും അണക്കെട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. കുമളി മൂന്നാർ പാതയ്ക്ക് സമീപമാണ് അണക്കെട്ടിന്റെ സ്ഥാനം. അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം പന്നിയാർ പുഴയിലൂടെ കുത്തുങ്കലിലും പൊന്മുടി അണക്കെട്ടിലും എത്തുന്നു. കുത്തുങ്കൽ പന്നിയാർ പവർ ഹൗസിൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. ആനയിറങ്കൽ അണക്കെട്ട് സന്ദർശിച്ച് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ചാറ്റൽ മഴയിലും ആവോളം ആസ്വദിച്ച് ടീം സഫാരി മൂന്നാറിന്റെ ദൃശ്യവിശാലതയിലേക്ക് യാത്ര തുടർന്നു. സമൃദ്ധമായ പച്ചപ്പും തണുത്ത കാലാവസ്ഥയും ഭൂപ്രകൃതിയും നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കുന്നുകൾക്ക് കുറുകെയുള്ള തേയിലയുടെ സുഗന്ധം ആകർഷിക്കുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 3 മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന ഒരു ചെറിയ പറുദീസയാണ് മൂന്നാർ. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമാ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നിൻ പറുദീസ. ഉച്ചഭക്ഷണ ശേഷം വീണ്ടും യാത്ര. മൂന്നാറിന്റെ മനോഹാരിത ഒരു മൊബൈൽ ക്യാമറയിൽ പകർത്തുക സാഹസമാണെന്ന് മനസ്സിലായി. പശ്ചിമഘട്ട മലനിരകൾ, ഇടതുറന്ന വനങ്ങൾ, കരകവിഞ്ഞൊഴുകുന്ന തോടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, ഒപ്പം മഞ്ഞും തണുപ്പും. വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ തലമുടി തഴുകുന്ന തണുത്ത കാറ്റിനൊപ്പം തേയിലത്തോട്ടങ്ങളുടെ അനന്തമായ ഗ്രീൻ ക്യാൻവാസിൽ നിന്നുള്ള വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളും ചായയുടെ ത്രസിപ്പിക്കുന്ന ഗന്ധവും മനസ്സ് നിറയ്ക്കും. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിളിക്കുന്നുവെങ്കിൽ അതിൽ മൂന്നാറിന് വലിയൊരു പങ്കുണ്ടെന്നതിൽ സംശയമില്ല. പലരിലും പലതാണ് യാത്രകൾ. ഒരേ ഇടത്തേക്ക് കുറെ മനുഷ്യർ ഒരുമിച്ച് യാത്ര ചെയ്താലും സംഭവിക്കുന്നത് വ്യത്യസ്തമായ യാത്രകളാണ്. ഓരോ വ്യക്തിയിലും സംഭവിക്കുന്ന യാത്രാ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. ഓരോ യാത്രകളും എത്ര മനോഹരമാണ്. ഡെസ്റ്റിനേഷനുകളില്ലാതെ പോകുന്ന ഓരോ വഴികളും ആസ്വദിച്ച്, കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോടും പുഞ്ചിരിച്ച്, കണ്ണെത്താത്ത മലകളും കൈകളിലൊതുങ്ങാത്ത ആകാശവും തേടി പോകുന്ന യാത്രകൾ.
എങ്ങനെ മനോഹരമാകാതിരിക്കും? അതുകൊണ്ടാവും യാത്രയോടും യാത്രകൾ പോകുന്നവരോടും ഇത്രയേറെ പ്രണയം തോന്നിയത്. ഓരോ യാത്ര കഴിയുമ്പോഴും കിട്ടുന്ന അനുഭവങ്ങൾ, പുതിയ ആളുകളുമായുള്ള ബന്ധങ്ങൾ, പുതിയ പുതിയ തിരിച്ചറിവുകൾ എല്ലാം ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ യാത്രയ്ക്ക് ഇടത്താവളമായത് പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടാണ്. പേരിൽ പോലും ഒരു പ്രത്യേക ഫീൽ. നല്ലൊരു അനുഭവമായിരുന്നു ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ട്. ഞങ്ങളുടെ ലഗേജുകൾ അവർ ജീപ്പിൽ എത്തിച്ചു തന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ, പ്രകൃതിയുടെ പരുക്കൻ സൗന്ദര്യത്തിൽ, തണുപ്പിന്റെ ആലസ്യ സുഖത്തിൽ റിസോർട്ടിലെത്തിയ ഞങ്ങളെ സ്വീകരിക്കാൻ മനോഹരമായ കുഞ്ഞു സ്ഫടിക പാത്രത്തിൽ വീഞ്ഞുമായി അവർ കാത്തിരുന്നു. വീഞ്ഞിന്റെ മാധുര്യം നുകർന്ന് അവനവന്റെ ലഗേജും തപ്പിയെടുത്ത് ഓരോരുത്തരും കോട്ടേജുകളിലേക്ക് പോയി. ശാന്തസുന്ദരമായ കാടുകൾക്കിടയിൽ ഊഷ്മളതയ്ക്കും ആതിഥ്യ മര്യാദയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന പ്രകൃതി സുന്ദരമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന റിസോർട്ട് നടന്നു കാണണമെന്ന ആഗ്രഹവുമായി ഞാൻ എനിക്ക് അനുഭവിച്ച കോട്ടേജിലെത്തി. വിശാലമായ സൗകര്യങ്ങൾ, വാറ്റുചാരായം പോലെ കുപ്പിയിൽ നിറച്ചുവെച്ച ശുദ്ധമായ വെള്ളം, കെറ്റിലും പാലും പഞ്ചസാരയും മറ്റും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ച ശേഷം ക്യാമറയുമായി പുറത്തേക്കിറങ്ങി. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഈ റിസോർട്ടിലെ താമസാനുഭവം വ്യത്യസ്തത നിറഞ്ഞതാണ്. ചിന്നക്കനാൽ അവസാനിക്കുന്നിടത്ത് ഗ്യാപ് റോഡിന് തുടക്കത്തിലുള്ള റിസോർട്ടാണ് ഗ്രേറ്റ് എസ്കേപ്പ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ തിരക്കുകളിൽ നിന്നും ടെൻഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള സുഖകരമായ ഒരിടം. ഏലത്തോട്ടത്തിന് നടുവിൽ പല രീതിയിലുള്ള കോട്ടേജുകളും ട്രീ ഹൗസും നിറയെ പൂക്കളുമുള്ള മലഞ്ചെരുവിലെ ഹരിതാപ നിറഞ്ഞ വനാന്തരീക്ഷമുള്ള ഒരിടം. കല്ലുപാകിയ റോഡും നേരിയ പാതകളും ഇരുവശങ്ങളും ചെടിയും പൂക്കളും, ഏറുമാടം പോലെ ഉയരത്തിലുള്ള മനോഹരമായ ഫാമിലി കോട്ടേജുകൾ, പ്രകൃതിക്ക് ഹാനികരമാകാതെയുള്ള നിർമ്മിതികൾ. കോടമഞ്ഞിന്റെ നേർത്ത ബാക്ക്ഗ്രൗണ്ടിൽ റിസോർട്ട് അതീവ സുന്ദരിയായി കാണപ്പെട്ടു. Reach out for the stars and fly. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലച്ചെണ്ടിനോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാറാകും നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാതെ നീഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there. ഞാൻ ഒഴുകും തിരയിൽ തലോടി തീരം ഏതോ അനുരാഗാർദ്ര തീരം. അറിയാതെ അറിയാതെ റിസോർട്ടിലെ ഏറ്റവും മനോഹരമായ അനുഭവമായിരുന്നു ക്യാമ്പ് ഫയർ. മുഴുവൻ യാത്രാംഗങ്ങളും തണുത്ത രാത്രിയിൽ ആവേശത്തോടെ ഒത്തുചേർന്ന് പാട്ടും ഡാൻസും കളിതമാശകളുമായുള്ള നിമിഷങ്ങൾ. ഒത്തിരി സ്വപ്നങ്ങളുമായല്ല, നിറയെ ഓർമ്മകളുമായി വേണം മരിക്കാൻ എന്ന് പറയാറുണ്ട്. നിറവേറ്റാത്ത സ്വപ്നങ്ങൾ പേറി നിരാശപ്പെടാനുള്ളതല്ല ജീവിതം, മറിച്ച് നിറമാർന്ന അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാക്കേണ്ടതെന്നാണ്. വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ നിധികുംഭങ്ങൾ സമ്മാനിക്കുന്ന അക്ഷയഖനിയാണ് ഇത്തരം യാത്രകളും സംഗമങ്ങളും. എന്തുമാത്രം അവർണ്ണനീയമായ മുഹൂർത്തങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്.
യാത്രയുടെ ദൂരമല്ല, യാത്രികരുടെ മനോഭാവവും സഹയാത്രികരും വ്യത്യസ്ത തരം കാഴ്ചപ്പാടുകളുമാണ് ഓരോ യാത്രകളെയും ഒന്നിനൊന്ന് വ്യത്യസ്തമാക്കുന്നത്. മനുഷ്യരെ അറിയാൻ ഇനിയും എത്ര വഴികൾ താണ്ടണം. വഴികാട്ടികളായി നിസ്വാർത്ഥരായ മനുഷ്യരുണ്ടാവുക, അവർ വഴിവിളക്കുകളായി ജ്വലിച്ചുകൊണ്ടിരിക്കുക, അവരാൽ അപരിചിതമായ ഇടങ്ങളിലേക്ക് നയിക്കപ്പെടുക, തിരിച്ചറിവുകളിലേക്ക് നടക്കാനാവുക, ഇതെല്ലാം അനുഗ്രഹം പോലെ അനുഭവിച്ചു. ടീം സഫാരി നാളിതുവരെ നടത്തിയ യാത്രകളിൽ ഏറ്റവും സാഹസികമായ യാത്രയാണ് ചക്രമുടി ട്രക്കിംഗ്. നാളെ പ്രഭാതം മുതൽ ചക്രമുടി കയറുക എന്ന ലക്ഷ്യത്തിനായി ഒത്തുകൂടിയ ഞങ്ങൾ ആയതിനുള്ള ഒരുക്കങ്ങൾ ഒന്നുകൂടി വിലയിരുത്തി ആനന്ദത്തിന്റെ കെടാത്ത കടലുകളുമായി കോട്ടേജുകളിലേക്ക് തിരിച്ചുപോയി. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ചക്രമുടി കൊടുമുടി. മൂന്നാർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന പോതമേട് വ്യൂ പോയിന്റിൽ നിന്നാണ് ചക്രമുടി പീക്കിലേക്കുള്ള ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഈ സ്ഥലത്ത് എത്തിയതിനു ശേഷം ട്രക്കിംഗ് പൂർണ്ണമായി ആസ്വദിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഗൈഡും നമുക്കൊപ്പമുണ്ടാകും. മൂന്നാറിലെ ഈ ഒറ്റപ്പെട്ട കൊടുമുടി ജീവിതകാലം മുഴുവൻ വിലമതിക്കുന്ന ഒരുതരം അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ചുറ്റുമുള്ള എല്ലായിടത്തു നിന്നും മഞ്ഞുമൂടിയ മലനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു സ്ഥലമാണിത്. ശാന്തതയിൽ മനസമാധാനം നേടാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല ഈ മനോഹരമായ ചുറ്റുപാടുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രമുടി കൊടുമുടി മൂന്നാറിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ ഒന്നാണ്. 4-5 മണിക്കൂറിനുള്ളിൽ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രക്കാണിത്. പാറക്കെട്ടുകളും പുൽമേടുകളും മൺപാതകളും താണ്ടി കൊടുമുടിയുടെ മുകളിലെത്താൻ അല്പം പാടുപെടേണ്ടി വരും. എന്നാൽ പ്രകൃതി നൽകുന്ന ദൃശ്യാനുഭൂതിയും തണുത്ത കാറ്റും നമ്മളിലേക്ക് ഊർജം നിറച്ചുകൊണ്ടേയിരിക്കും.
ചക്രമുടി കൊടുമുടി സന്ദർശിക്കാൻ പ്രവേശന ഫീസ് ഒന്നുമില്ല. എന്നാൽ ഈ സ്ഥലത്തേക്ക് ട്രക്കിങ്ങിന് ഒരു നിശ്ചിത തുക നൽകേണ്ടതുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടൂർ ഓപ്പറേറ്റർ ട്രക്ക് ഗ്രൂപ്പിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനുയോജ്യമായ സമയം പ്രഭാതം തന്നെയാണ്. ചക്രമുടി ട്രക്കിംഗ് നടത്തുന്നവർക്ക് ഒരു സവിശേഷ വെല്ലുവിളിയാണ്. മറ്റു മലനിരകളിൽ നിന്നുള്ള കൊടുമുടിയുടെ ഒറ്റപ്പെടൽ, പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, സമൃദ്ധമായ തേയിലത്തോട്ടങ്ങൾ, പർവ്വതനിരകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ചക്രമുടി ട്രക്കിംഗ് തുടക്കക്കാർക്കും പരിചയസമ്പന്നരായ ട്രക്കർമാർക്കും വളരെ അനുയോജ്യമാണ്. അത്രയ്ക്ക് തെളിഞ്ഞു കാണാത്ത പാതകൾ നമ്മെ വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. പച്ചപ്പ് നിറഞ്ഞ ഷോലെ വനങ്ങൾ മുതൽ തുറന്ന പുൽമേടുകളും പാറക്കെട്ടുകളും വരെ. കൊടുമുടിക്ക് സമീപമെത്തുമ്പോൾ കുത്തനെയുള്ള ചെരുവുകളിലേക്കും പാറകൾ നിറഞ്ഞ പാതകളിലേക്കും ക്രമേണ പുരോഗമിക്കുന്നു. ചക്രമുടി കൊടുമുടിയിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ സമാനതകളില്ലാത്തതാണ്. ചക്രമുടിയിലെ സൂര്യോദയം ഒരു പ്രത്യേക മാന്ത്രിക അനുഭവമാണ്. പ്രഭാത മൂടൽമഞ്ഞും പകലിന്റെ ആദ്യ വെളിച്ചവും അവിസ്മരണീയമായ കാഴ്ച സമ്മാനിക്കും. ഇരവിക്കുളം നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ചക്രമുടി കൊടുമുടി വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. നീലഗിരി തഹസ്, ഗൗറുകൾ, ഏഷ്യൻ ആനകൾ തുടങ്ങിയ വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിവിടം. ശുദ്ധമായ പർവ്വതവായുവും സമ്പന്നമായ ജൈവ വൈവിധ്യവും ട്രക്കിനെ ഉന്മേഷദായകവും സമ്പന്നവുമാക്കുന്നു. ശാന്തമായ അന്തരീക്ഷം മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നാറിലെ ചക്രമുടി കൊടുമുടി ട്രക്കിംഗ് പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു പറുദീസ് തന്നെയാണ്. അതിന്റെ അതുല്യമായ സ്ഥാനം, അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ, സമ്പന്നമായ ജൈവ വൈവിധ്യം എന്നിവ ഇതിലെ മൂന്നാറിലെ ഏറ്റവും മികച്ച ട്രക്കിംഗ് സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ഈ അതിശയകരമായ കൊടുമുടി തീർച്ചയായും ഏതൊരു മൂന്നാർ യാത്രയ്ക്കും അനുയോജ്യമായ ഒരു കൂട്ടിച്ചേർക്കലാണ്. തെരുവപ്പുല്ലുകളും അനേകം ഔഷധ സസ്യങ്ങളും നീലക്കുറിഞ്ഞിയും നിറഞ്ഞതാണ് ചക്രമുടി. അത് രാവിലെയും വൈകുന്നേരവും ഇവിടുത്തെ മലനിരകൾക്ക് അഭൗമ്യ സൗന്ദര്യമാണ്. അപൂർവ ദൃശ്യചാരുതയായി ഓരോ യാത്രികന്റെയും കണ്ണും മനസ്സും നിറയ്ക്കും. കണ്ണെത്താത്ത ദൂരത്തോളം പാൽപ്പുഴ പോലെ മഞ്ഞിന്റെ കമ്പളം പുതച്ച് അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ് ചക്രമുടി കുന്നുകൾ. കേരളത്തിലെ മൂന്നാമത്തെ ഉയരമുള്ള മലനിരയാണ് ചക്രമുടി. ഉയരത്തിൽ ഒന്നാം സ്ഥാനം ആനമുടി, രണ്ടാമത് മീശപ്പുലിമല എന്നിവയാണ്. ടീം സഫാരിയുടെ മറ്റു യാത്രകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ടീമായിരുന്നു ചക്രമുടി ടീം. അതുകൊണ്ട് തന്നെ ഇതുവരെ സംഘടിപ്പിക്കപ്പെട്ട യാത്രകളിൽ ഏറ്റവും മികവുറ്റ യാത്ര ചക്രമുടി ട്രക്കിംഗ് യാത്ര തന്നെയാണ്. നല്ല തണുത്ത കാറ്റേറ്റ് ചുറ്റുമുള്ള മലനിരകളുടെയും അവയുടെ താഴ്വരകളിൽ പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളും
അവയെ ചുറ്റിപ്പോകുന്ന റോഡും ചക്രമുടി മലകയറ്റത്തിനിടയിൽ പകലോന്റെ പ്രകാശവിന്യാസ വ്യത്യാസത്തിനനുസൃതമായി നമുക്ക് കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 7200 അടി ഉയരത്തിൽ നിൽക്കുന്ന ചക്രമുടി കൊടുമുടിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഇടുക്കി അണക്കെട്ട്, ആനമുടി കൊടുമുടി, വിശാലമായ തേയിലത്തോട്ടങ്ങൾ എന്നിവയുടെ അതിമനോഹരമായ കാഴ്ചകൾ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും സന്ദർശകരെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യവിരുന്ന് നൽകുന്നു.
ചക്രമുടി കുന്നുകളുടെ സൗന്ദര്യം ഒരു സ്കെച്ചിൽ പകർത്താൻ ശ്രമിച്ചാൽ അത് എളുപ്പമാകില്ല. ഓരോ നിമിഷവും അവിടുത്തെ പ്രകൃതിയുടെ സൗന്ദര്യം മാറി മറിയും. കാഴ്ചകളിലെ ഈ വ്യത്യാസം സഞ്ചാരികളുടെ മനസ്സിൽ അത്ഭുതം നിറയ്ക്കും. അത്രത്തോളം സുന്ദരിയാണ് ചക്രമുടി മലനിരകൾ. ഏത് സമയത്തും മലനിരകളിൽ മഞ്ഞു പൊതിയും. കാറ്റ് പെട്ടെന്ന് മഞ്ഞിനെ മറ്റൊരിടത്തേക്ക് പറത്തും. പ്രകൃതിയെ അറിയാൻ, പ്രകൃതിയിലേക്ക് കണ്ണും കാതും മനസ്സും തുറന്നു വെക്കുന്ന ഓരോ യാത്രികനും ചക്രമുടി ട്രെക്കിംഗ് നല്ല അനുഭവമാണ്. യാത്രകളോട് എങ്ങനെ ഇത്ര ഇഷ്ടം തോന്നിയെന്ന് ഒരുപാട് പേരിൽ നിന്നും പല രീതിയിൽ പലപ്പോഴായി കേൾക്കുന്ന ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ പോയ യാത്രകളും അതിൽ നിന്ന് ലഭിച്ച ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളും തന്നെയാണ് വീണ്ടും വീണ്ടും യാത്രകളെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. യാത്രകളെ സുന്ദരമാക്കുന്നത് പുറപ്പെട്ടടുത്തേക്ക് സുരക്ഷിതമായ തിരിച്ചെത്തലുകളാണ്. പോയി വന്ന വഴികൾ സുഖമുള്ള ഓർമ്മകളായി മാറും. ഓരോ യാത്രകളും സഫലീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സ് ഓർമ്മക്കടലാവും. ചെറുതിരകളായി ഓർമ്മകൾ അലയടിച്ചുകൊണ്ടേയിരിക്കും. സഹയാത്രികരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതെ, ഒരു നോക്കുകൊണ്ട് പോലും പൊള്ളലേൽപ്പിക്കാതെ, മൗനം കൊണ്ട് ഉടക്കാതെ, പരിഭവം കൊണ്ട് നോവിക്കാതെ ടീം സഫാരിയുടെ യാത്രകൾ ഇനിയും തുടരും. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ചേർന്നിരി സഞ്ചരിച്ചിടാം ടീം സഫാരി തൻ ചിറകിലേറി പറന്നു പോകാം ടീം സഫാരി തൻ ചിറകിലേറി